വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാം വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജാഗരൂകത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്ന വചനമാണ് നാം ഇപ്പോൾ നോക്കിയത്. ഒരു ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം കൗൺസിലിങ്ങിനായി കടന്നു വരികയുണ്ടായി. കോളേജിൽ പഠിക്കുന്ന, പഠനം തുടങ്ങിയതേ ഉള്ളൂ. പെൺകുട്ടി തെറ്റായ ഒരു സ്നേഹബന്ധത്തിൽപ്പെട്ടിരിക്കുന്നു. അതുമൂലം ആ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിയ അവസ്ഥയിലായിരിക്കുകയാണ്. കാരണം ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പുമായി യാതൊരു രീതിയിലും ഒത്തുപോകാൻ സാധിക്കാത്ത ഒരു ബന്ധത്തിലാണ് ഈ പെൺകുട്ടി ചെന്ന് കയറിയിരിക്കുന്നത്. അച്ഛനും അമ്മയും ഏറെ വേദനിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് തുടർന്നു പോകണമെന്നുമുണ്ട്. ഇത് അത്ര നല്ലതായിരിക്കില്ല എന്ന ചിന്തയും ഉണ്ട് താനും. ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത് ഏകദേശം 2 വർഷത്തോളമായി മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാത്തതും എത്ര വിദഗ്ധമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും. പെൺകുട്ടി പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും വളരെ കെയർലെസ് ആണ്. എൻ്റെ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. എപ്പോഴും ഒരു റിലാക്സ്ഡ് മൂഡിലാണ് എൻ്റെ പേരൻസ്. അതിനാൽ തന്നെ ഇതിൻ്റെ നേരിയ ഒരു സംശയം പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ബന്ധം അല്പം വഴിവിട്ട രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഏകദേശം കൈവിട്ട അവസ്ഥയിലാണ് പെൺകുട്ടിയുമായി ഈ മാതാപിതാക്കൾ കാണാനായിട്ട് വന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു, അപ്പൻ കടുത്ത മദ്യപാനിയാണ്. രാത്രിയിൽ ഒരു സമയത്താണ് വീട്ടിൽ കയറി വരിക. കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളവും വഴക്കും എല്ലാം അവിടെ നടക്കും. ഞാൻ തിരിച്ചു ചോദിച്ചു, അമ്മയോ? താങ്കൾ അമ്മയാണല്ലോ, ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതല്ലേ? അമ്മ പറയുകയാണ്, ഈ ഒരു ടെൻഷൻ പോകാനായി എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുമ്പോൾ സിനിമയിലും സീരിയലിലും എൻ്റെ ശ്രദ്ധ ചെന്നെത്തുകയായി. ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ എനിക്ക് ലഭിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ ചിന്തകളും എത്തി നിന്നു. സിനിമയിലും സീരിയലിലും എല്ലാം ഏറെ സമയം ചിലവഴിച്ച് അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഈ ചേച്ചി ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എങ്കിലും കുടുംബ പ്രാർത്ഥനയടക്കം എല്ലാം കുറച്ച് നാളുകൊണ്ട് നിന്നു പോവുകയുണ്ടായി. ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കൾ കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കുടുംബ തകർച്ച മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു.
ഞായറാഴ്ച മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എങ്കിലും വേറെ യാതൊരു വിധത്തിലുള്ള പ്രാർത്ഥനകളും ആ കുടുംബത്തെ തൊട്ടിരുന്നില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടി പള്ളിയിൽ പോകാറുണ്ടായിരുന്നോ? പെൺകുട്ടിയാണ് അതിന് ഉത്തരം തന്നത്. ആദ്യമൊക്കെ പോകുമായിരുന്നു. പിന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് നാളെ എക്സാം ഉണ്ട്, പഠിക്കാനുണ്ട്. അമ്മ അച്ഛനെ നിർബന്ധിക്കാറില്ല. അവർ ആരെങ്കിലും ഒരാളെങ്കിലും പള്ളിയിൽ പോയിരിക്കും. അപ്പം രണ്ടുപേരും പള്ളിയിൽ പോകുന്ന അവസരങ്ങളിലാണ് ഈ പയ്യനുമായിട്ട് കാണാനും വെളിയിൽ വെച്ച് കണ്ടുമുട്ടാനും എല്ലാം ഈ പെൺകുട്ടി മുതിർന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, ജാഗരൂകത പാലിക്കേണ്ടത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും കാര്യത്തിൽ മറ്റുള്ളവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ഉണർന്നിരിക്കുക എന്നതാണ് ജാഗരൂകരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും മാതാപിതാക്കളുടെ കാര്യത്തിലും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കാര്യത്തിലും എല്ലാം ജാഗരൂകത പാലിക്കണമെന്നാണ് ഇന്നത്തെ വചനം നമ്മോട് പറയുന്നത്. നാം ഇന്ന് ധ്യാനിച്ച വചനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴി തെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. വീണ്ടും 23-ാം വചനം, അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാഞ്ഞിട്ടാണ് കുടുംബത്തിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുമോ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെയുള്ള കുടുംബത്തിൽ അവർക്ക് വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് വചനത്തിലൂടെ തന്നെ നമുക്ക് അറിവുള്ളതാണ്. വചനം അനുസരിക്കുകയാണെങ്കിൽ ജാഗരൂകതയില്ലാതെ പ്രവർത്തിക്കാൻ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്നതാണ് സത്യം. പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മാതാപിതാക്കൾ രണ്ടുപേരും വന്നു എന്നതാണ് ഈ ഒരു സഹനത്തിലൂടെ ആ കുടുംബത്തിന് ലഭിച്ച ഒരു അനുഗ്രഹം. ഏറെ നല്ല നിലയിൽ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ കഴിഞ്ഞ വർഷം വീണ്ടും അമ്മയുടെ ഫോൺ കോൾ എനിക്ക് ലഭിച്ചു. മകളെ ഞങ്ങൾ അമിതമായി വിശ്വസിച്ചു. ആ ബന്ധം കുറച്ച് നാളത്തേക്ക് മാറിയെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ചില കുടുംബ കൂട്ടായ്മകളിലും വിവാഹം തുടങ്ങിയ ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും അതിൻ്റെ പാർട്ടി രാത്രി വൈകി വരെ നീളുകയും ചെയ്തപ്പോൾ വീണ്ടും മകൾ ഈ ബന്ധത്തിലേക്ക് ആയി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതം ജാഗരൂകതയോടെ കൊണ്ടുപോയില്ലെങ്കിൽ ഏതൊരു വ്യക്തികളിലും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ വീണ്ടും കടന്നു വരാൻ സാധ്യതയുണ്ട്. മകൾ ആ പയ്യനുമായി പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷമാണ് മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത്. സൂചന ലഭിച്ചിരുന്നെങ്കിലും അമിതമായി പെൺകുട്ടിയെ വിശ്വസിക്കുകയും അതിനേക്കാൾ ഉപരി അവർക്ക് വീണ്ടും അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങൾ മാതാപിതാക്കളാക്കി സൃഷ്ടിക്കുകയും ചെയ്തതോടെ മുൻകൂട്ടി എല്ലാം പറഞ്ഞിരുന്നെങ്കിലും ജാഗരൂകത ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറെ ദുഃഖത്തോടും വിഷമത്തോടും കൂടി അമ്മ ഈ കാര്യം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട വചനങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ജാഗരൂകത എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ തിന്മയുടെ ശക്തി കടന്നു വരുന്നതും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത നാശത്തിലേക്ക് കുപ്പുകുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. പ്രാർത്ഥനാ ജീവിതവും നിത്യജീവനും എല്ലാം ജാഗരൂകതയോടെ വീക്ഷിക്കാൻ ഈ വചനഭാഗം നമുക്ക് ഇടയാക്കട്ടെ.
ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്ന് ചിന്തിക്കാം. ആദ്യമായി നാം കാണുന്ന വചനമാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വചനങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ തലക്കെട്ട് തന്നെ സുപ്രധാനമായ കൽപ്പന എന്നതാണ്. കൽപ്പന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കൽപ്പന ലംഘിച്ചാൽ അതിൻ്റേതായ പ്രത്യാഘാതം ഉണ്ടായിരിക്കും. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കാനായി ഏറെ ഉത്സാഹത്തോടെ ജീവിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. ലൗകികമായ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും അന്വേഷിച്ചറിയുകയും അവയെല്ലാം മക്കൾക്ക് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന നാം കർത്താവിൻ്റെ കൽപ്പനകൾ ജാഗരൂകതയോടെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടോ? പല ഒഴിവ് കഴിവുകൾ നിരത്തി കർത്താവിൻ്റെ കൽപ്പനകളും വചനങ്ങളും മക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാൻ മാതാപിതാക്കൾ എപ്പോൾ ശ്രദ്ധ കൊടുക്കാതെ ആകുന്നുവോ? ഉന്നത വിദ്യാഭ്യാസമെല്ലാം ലഭിച്ച മക്കൾ എത്രയോ വഴിതെറ്റിപ്പോകുന്നത് നാം കാണാറുമുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം തിരുവചനം: നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. നമ്മുടെ പിതാമഹന്മാർ എത്രയേറെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു വന്ന് നാം ഇന്ന് സുസ്ഥിരമായി ജീവിക്കുന്നെങ്കിൽ അതിന് കാരണമായതെന്നും ആ സമയത്തെല്ലാം കൃഷിക്കാരും വ്യാപാര വ്യവസായം ഒക്കെ ചെയ്യുന്ന ആൾക്കാരും എല്ലാം കൃത്യമായും ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ ഒരു നിലയിൽ എത്തിയതെന്നും നാം മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായും അത് അടുത്ത തലമുറയിലേക്ക് പകരുക തന്നെ വേണം. അവർ ജാഗരൂകതയോടെ പ്രവർത്തിച്ചതുകൊണ്ടാണല്ലോ നാം ഇന്ന് ദൈവത്തിൽ ആയിരിക്കുന്നത്. എത്ര എളിയ ജോലി ചെയ്യുന്ന ഒരു കുടുംബമായാലും പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും മുടക്കാറില്ലായിരുന്നു. അത് കുടുംബനാഥനും കുടുംബനാഥയും ജാഗരൂകതയോടെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇവ എപ്പം നമ്മുടെ ഇപ്പോഴത്തെ അണുകുടുംബങ്ങളിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്നുവോ അവിടെ തകർച്ച ആരംഭിക്കുകയായി. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയാറുള്ളതാണ്, ഒരു കപ്പൽ വെള്ളത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറി തുടങ്ങിയാൽ ആ കപ്പൽ മുങ്ങും. ലോകത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവും അതിലുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ സഞ്ചരിക്കുന്നത്, നമ്മുടെ കുടുംബാംഗങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ അതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ തക്ക പോലെ കൽപ്പനകളും ചട്ടങ്ങളും അന്യൂന്യമായി പാലിക്കപ്പെട്ടാൽ മക്കളെ നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ദൈവോന്മുഖരായി അവർ വളരുകയും ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 17-ാം തിരുവചനം: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും, ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുകയും ചെയ്യും. എത്ര ശ്രദ്ധയോടെയാണ് ദൈവസന്നിധിയിൽ നാം വ്യാപരിക്കുന്നത്, ദൈവവചനങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്, അത്രയും തീഷ്ണതയോടെ കർത്താവിനെ നമുക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 27-ാം തിരുവചനം: നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. അനുഗ്രഹം നമ്മെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം
24 മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും എല്ലാം അനുസരിച്ച് ഒരു പരിധിയിൽ കൂടുതൽ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം മാതാപിതാക്കൾ വിഷമിക്കുന്നത് നാം കാണാറുണ്ട്. മക്കളെ അടക്കി ചേർത്ത് പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവകൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ ജാഗരൂകത പാലിക്കാൻ മക്കളെ ഉദ്ബോധിപ്പിക്കാൻ കടപ്പെട്ടവരാണ് മാതാപിതാക്കൾ എന്നതിൽ യാതൊരു കോംപ്രമൈസിനും നാം പോകാൻ പാടില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-16 വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. ഭോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാൻ സാധിക്കും, തിന്മയിലേക്ക് കുഞ്ഞുങ്ങളാട്ടെ കുടുംബാംഗങ്ങളാട്ടെ കാലുവയ്ക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പാടില്ല, ശരിയാകും എന്ന് ചിന്തിക്കാനും പാടില്ല. ജാഗരൂകതയോടെ കുടുംബാംഗങ്ങളുടെ ഓരോ കാര്യവും ശ്രദ്ധയോടെ വീക്ഷിക്കണം. ഓരോ അമ്മയും അപ്പനും സഹോദരങ്ങളും എല്ലാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-13 ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും. ജാഗരൂകത പാലിക്കുക, നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും. ജാഗരൂകത നാം ഉണർന്നിരിക്കുന്നതിലും ഉറങ്ങി ദിവസങ്ങളും അനുഗ്രഹങ്ങളും നഷ്ടപ്പെടാതിരിക്കുന്നതിനും നമ്മെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിരാവിലെ ഉണർന്ന് ദേവാലയത്തിലേക്ക് പോകുന്നു. അതുപോലെയുള്ള കാര്യങ്ങളിൽ ചിട്ടയായ പ്രവർത്തന ശൈലി, അതിൽ മുന്നേറുന്ന കുടുംബങ്ങളിൽ തകർച്ചയുടെ അനുഭവങ്ങൾ കുറവായിരിക്കും. നീ ഉണ്ടായാൽ തന്നെ കർത്താവ് അവരെ കയ്യിൽ പിടിച്ച് തക്ക സമയത്ത് എഴുന്നേൽപ്പിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-15 അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖ വിമുക്തനാകും. ജ്ഞാനത്തെ സംബന്ധിച്ച വചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം സിദ്ധിക്കുന്നതിൽ, ദൈവികമായ അറിവ് നേടുന്നതിൽ ജാഗരൂകതയുള്ളവർ ദുഃഖവിമുക്തനാകും. അവരുടെ ജീവിതം പ്രത്യാശ നിറഞ്ഞത് തന്നെയാകും. പ്രഭാഷകന്റെ പുസ്തകം 4-20 തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വയ്ക്കരുത്. മക്കളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും അതേപടി കൂട്ടുനിൽക്കുമ്പോൾ വഴി തെറ്റുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയാൻ നാം വൈകിപ്പോകും. ജാഗരൂകതയോടെ നിലകൊള്ളുന്നവർ തക്ക സമയത്ത് വഴിതെറ്റിപ്പോകുന്നു എന്ന് വിവേചിച്ചറിയാൻ സാധിക്കും. അതനുസരിച്ച് തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്താനും സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 12-11 ഇങ്ങനെ പറയുന്നു: അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ച് മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവത്തിൽ അമിതമായി മകളെ വിശ്വസിച്ചു എന്നതാണ് മാതാപിതാക്കൾ ചെയ്ത തെറ്റ്. മാത്രമല്ല, ജാഗരൂകത എപ്പോൾ കൈമോശം വന്നോ അപ്പോൾ പഴയ തെറ്റിലേക്ക് ആ മകൾ വീണ്ടും കടന്നു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത്, അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കണം, ജാഗരൂകത പാലിക്കുകയും ചെയ്യണം. എത്ര നാളുകൾ കഴിഞ്ഞാലും പൂർണ്ണ ശ്രദ്ധയോടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ മക്കളുടെ മുഖം വാടുന്നതോ അവരുടെ പ്രവർത്തന ശൈലി മാറുന്നതോ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഏകദേശം 1 മാസത്തിന് മുമ്പ് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ഒരു 16 വയസ്സുകാരൻ്റെ മാതാപിതാക്കൾ പയ്യനെയും കൊണ്ട്
എൻ്റെ അടുക്കൽ വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ പയ്യനോട് സംസാരിച്ചപ്പോൾ 4 വർഷമായി മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. അത് വീട്ടിൽ മുറിക്കുള്ളിൽ തന്നെ വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാതാപിതാക്കൾക്ക് മക്കളെ അവരുടെ സ്വഭാവം മാറുന്നതും അവരുടെ ജീവിത രീതി മാറുന്നതും കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എസെക്കിയേലിൻ്റെ പുസ്തകം 38-ാം അധ്യായം 7-ാം വചനം ഇങ്ങനെ പറയുന്നു: നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എത്രയോ ആളുകളാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് പോലും ദൈവത്തിലോട്ട് തിരിയാൻ മടിച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫോണിൽ കൂടെ ഒരു യുവാവ് സംസാരിക്കുകയുണ്ടായി. ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ സംസാരിച്ചതാണ്. എത്രയോ അറിവ് നിറഞ്ഞ, ബുദ്ധിയിൽ എത്രയോ അറിവ് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. എന്തെല്ലാം അറിവിൻ്റെ തലങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇത്രയേറെ അറിവ്, ബുദ്ധി എല്ലാം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് കുടുംബജീവിതം കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക്, വചനത്തോട് ജാഗരൂകത കാട്ടുന്ന വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുടുംബ പ്രാർത്ഥനയും ദൈവോന്മുഖതയും എന്ന് കൈവെടിയുന്നോ അന്ന് നമുക്ക് ദൈവം തന്ന ബുദ്ധി നമുക്ക് യാതൊരു രീതിയിലും പ്രയോജനപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വചനം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. സദാ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കണം, നാം ശ്രദ്ധയോടെ കാത്തിരിക്കണം എന്നാണ് വചനം പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 15-ാം വചനം: അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെറോദേസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. പല ജീവിത സാഹചര്യങ്ങൾ നമ്മെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വഴിതിരിക്കും എന്ന് അറിയുമ്പോൾ ഏറെ ശ്രദ്ധയോടെ നാം പെരുമാറേണ്ടതുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 8-ാം തിരുവചനം: ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും, ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പല അടയാളങ്ങളും നമുക്ക് ചുറ്റും പ്രത്യക്ഷപ്പെടുമ്പോൾ നാം ജാഗരൂകത ഒരിക്കലും കൈവിടരുത്. കൂടുതൽ കൽപ്പനകളിലും ചട്ടങ്ങളും വചനങ്ങളും പാലിക്കുന്നതിലും അവയോട് ചേർന്ന് നിൽക്കുന്നതിലും നാം പൂർവാധികം ശ്രദ്ധ കൊടുത്തേ തീരും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളെ മുതൽ ശരിയായേക്കാം, നാളെ മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. നമുക്ക് എത്ര നാൾ ആയുസ്സുണ്ടെന്ന് ആർക്കാണ് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുക? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വചനം: അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവൻ സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ നമുക്ക് ജാഗരൂകതയാകാം. എങ്കിലും ഇവയെക്കാളെല്ലാം ജാഗരൂകത ആത്മീയ ജീവിതത്തിനാണ് കൊടുക്കേണ്ടത് എന്നാണ് വചനം പറയുന്നത്. നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തേക്ക് കടക്കാം. ഇതിൻ്റെ എല്ലാം കൺക്ലൂഷനായി കൊടുത്തിരിക്കുന്ന ഒരു വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനം: സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മെയും
നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ ജാഗരൂകതയോടെ കാത്തു പരിപാലിച്ച് കർത്താവിലേക്ക് നയിച്ച് അവിടെ എത്തിക്കാൻ ബാധ്യസ്ഥനാണ് നാം എല്ലാവരും. സ്വന്തം രക്തത്താൽ കർത്താവ് നേടിയ ഒരാൾ പോലും നഷ്ടപ്പെടാനിടയാകരുത്. ജാഗരൂകതയോടെ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാനും വചനത്തിലേക്കും കൽപ്പനകളിലേക്കും അവരെ തിരിച്ചുവിടാനും ദൈവം ഇത്രയും നാളും വഴി നടത്തിയത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും അത് അടുത്ത തലമുറയിലേക്ക് ആത്മീയതയുടെ വിത്തുകളാക്കി മാറ്റാനും ഈ വചനങ്ങളെല്ലാം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഈ നിമിഷം വരെ കർത്താവെ, അങ്ങ് എത്ര അത്ഭുതകരമായി എത്ര കരുതലോടെയാണ് ഞങ്ങളെ കാത്തുപരിപാലിച്ചത് എന്ന് മനസ്സിലാക്കാനും ഇനിയുള്ള ഞങ്ങളുടെ ആത്മീയ ജീവിതം ഏറെ ജാഗരൂകതയോടെ വർത്തിക്കാനും വേണ്ട കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, അങ്ങ് ഇത് മുൻകൂട്ടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നുവല്ലോ. നിത്യജീവൻ ലക്ഷ്യമായിട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ ജാഗരൂകതയോടെ പ്രാർത്ഥനയുടെ ജീവിതം നയിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആത്മീയതയിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ജാഗരൂകതയോടെ അല്ലാതെ കഴിയുന്ന സർവ്വ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ കർത്താവെ ഞങ്ങളങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. കർത്താവെ, അവരെല്ലാവരും സത്യത്തിലേക്കും അങ്ങയുടെ വചനത്തിലേക്കും തിരിഞ്ഞ് അടിയുറയ്ക്കുന്നതിനും ലോകത്തിലെ വിവിധ സാഹചര്യങ്ങളെ വചനത്തിൻ്റെ ശക്തിയാൽ ആത്മീയമായി നേരിടാനുള്ള കൃപയാൽ കർത്താവെ നിറയ്ക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ്, ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സദാ ജാഗരൂകത പ്രാപിച്ച് അങ്ങയുടെ വരവിനായി കാത്തിരിക്കാനുള്ള കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ